ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വിളിക്ക് സ്വാഗതം. ഇന്നത്തെ വിളി ഞാൻ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസോള വളർത്തുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു ഹോൾ പാർട്ട് എന്ന് പറയാൻ പറ്റിയൊരു അടിപൊളി വീഡിയോ ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. വാവ്, ഇറ്റ്സ് ഗോയിങ് ടു ബി നാച്ചുർ ഈസ് ഗോയിങ് ടു ലവ് ഇറ്റ് ബിക്കോസ് മഴ പെയ്യുന്നു. അയ്യോ, മഴ ഉറക്കല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് മഴയും വെയിലും ഒന്നും വക വയ്ക്കാതെ തന്നെ ഞാൻ വീഡിയോ ചെയ്യും. കാരണം ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്തിക്കണം. അതിനു മുമ്പ് എനിക്ക് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതാണ് നമ്മുടെ കയ്യിലുള്ള അസോള. അപ്പോൾ നമ്മൾ അസോള നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അസോള നിങ്ങൾ നട്ട് വളർത്താൻ പോവുകയാണെങ്കിൽ ഒന്നേ നിങ്ങൾ ആമ്പൽ നട്ടിട്ടുള്ളതിൻ്റെ കൂടെ നടുക. ആമ്പൽ ചിലപ്പോൾ ഒരു പരിധിവരെ ആമ്പലും ചീത്തയായി പോകാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റിയൊരു മെത്തേഡ് മീൻസ് അങ്ങനെ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആമ്പലിന് നമ്മൾ പോട്ട് ചെയ്യുന്ന അതേ മെത്തേഡാണ് അസോളയ്ക്കും ചെയ്യാനുള്ള. ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു ഡബ്ബിലാണ് നടുന്നതെങ്കിൽ, ഈ ഒരു ഡബ്ബിലാണ് നിങ്ങൾ നടുന്നതെങ്കിൽ മാക്സിമം ചാണകപ്പൊടി ഉണക്ക ചാണകപ്പൊടി ഇത്രയും ഭാഗം നിങ്ങൾ ഇടുക. ഇത്രയും ഭാഗം ഉണക്ക ചാണകപ്പൊടി ഇതുതൊട്ട് ഇടുക. അതിനുശേഷം വീണ്ടും ഏകദേശം ഈ ഒരു ഭാഗം വരെ നിങ്ങൾ വീണ്ടും ഇത്രയും ഭാഗം നമ്മുടെ ഇതുപോലത്തെ മണ്ണ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ഇവിടെ ഞാൻ വെട്ടുന്നില്ല, ഇതുപോലത്തെ മണ്ണ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഈ ഒരു മണ്ണ് യൂസ് ചെയ്യുക. ആ ഒരു മണ്ണും യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ വെള്ളം നിറയ്ക്കുക. വെള്ളം കലങ്ങാത്ത രീതിയിൽ വെള്ളം നിറച്ചിട്ട് ഒന്ന് ജസ്റ്റ് അസോളകൾ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പം ആ മെത്തേഡിൽ ഞാൻ ചെയ്തത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വെക്കണ്ട, ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും. കാരണം വെറും വെള്ളത്തിൽ നമുക്ക് ഒന്നും ഇടാതെ കുറച്ച് വെള്ളം നമ്മൾ വച്ചതിന് ശേഷം വെറും വെള്ളത്തിൽ അസോള നട്ട് വളർത്തിയാനുള്ള അവസ്ഥയാണ്. പെട്ടെന്ന് അതിനൊരു കളർ ചേഞ്ചൊക്കെ വരും. അതിന് പകരം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ ചാണകപ്പൊടിയും നമ്മൾ മണ്ണുമൊക്കെ ഇട്ടതിന് ശേഷം നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകില്ല. അതിന് എക്സാമ്പിളാണ് ഇതാ ഇവിടെ ആമ്പൽ നട്ടിരിക്കുന്നതിൽ ഇട്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം. പിന്നെ അതാ ഇവിടെ മണ്ണ്, ഇതിലൊക്കെ മണ്ണുള്ള ഇതാണ് കണ്ടോ, മണ്ണ് ഇതിൻ്റെ അടിയിലുണ്ട്, ആമ്പലും ഉണ്ട്, അങ്ങനത്തെ ഒരു പ്ലാന്റ്സ് ആണ് കണ്ടോ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. പിന്നെ അത് പോയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയ വളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേപ്പും പിണ്ണാക്ക് ഒരു 5 ഗ്രാം നമുക്ക് ഒരു 7 ദിവസത്തിലൊരിക്കൽ നമുക്ക് അതിൻ്റെ പോട്ടിങ്ങിൽ ജസ്റ്റ് ഒന്ന് പുട്ടി ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അസോള ഗ്രോത്ത് കിട്ടും. പിന്നെ ഒരിക്കലും നിങ്ങൾ അസോള കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കൾട്ടിവേറ്റ് ചെയ്താലും ഒരെണ്ണത്തിൽ ചെയ്യരുത്, മിനിമം ഒരു 5 എണ്ണത്തിലെങ്കിലും ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം വന്ന് അടിച്ച് പൊക്കഴിഞ്ഞാലും ഒരെണ്ണത്തിലധികം നിങ്ങൾക്ക് പ്ലാന്റ് വീണ്ടും സെറ്റായി കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ ടിപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും ഒന്നിൽ നമ്മൾ ചെയ്യരുത്, കുറേ എണ്ണത്തിൽ ഒരുമിച്ച് നമ്മൾ ബൾക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വണ്ടർഫുൾ ചാൻസ് ഫോർ യു ടു ബി. നമുക്കൊരിക്കലും നമ്മളെ നശിക്കാത്ത സാധനം നമുക്ക് കയ്യിൽ കാണും. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ തന്നെ കണ്ട. ഇവിടെ പകുതി കൂടുതൽ ആമ്പലുകളിൽ ഞാൻ ഇതിട്ടിട്ടുണ്ട്. എനിക്കിപ്പം ആമ്പൽ എനിക്ക് ചിലപ്പോൾ ഒരാഴ്ച ഒരു 10,000 ഒക്കെ ആയിരിക്കും. ചില സമയത്ത് നമുക്ക് എക്സാമ്പിൾ സെയിൽ നടക്കുന്നതെന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് അസോള എനിക്ക് കിട്ടാറുള്ളത് 20,000+ കിട്ടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോള നമുക്ക് അത്യാവശ്യം ബൾക്ക് ആൾക്കാർക്ക് ആവശ്യമാണ്. പണ്ട് നമ്മൾ വെറും 100 രൂപയ്ക്ക് കൊറിയർ അയച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഞാൻ 100 രൂപയ്ക്ക് നിർത്തി. മിനിമം ഒരു 4 പാക്കറ്റ് ഓർഡർ ചെയ്യുക. 4 പാക്കറ്റ് നിങ്ങൾ എടുക്കുമ്പോൾ 200 രൂപയാകും. കൊറിയർ ചാർജ് 90 കൂടെ ചേർത്ത് 290 രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത്. ഞാൻ ഡയറക്റ്റ് കാര്യം നിങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മേടിക്കാൻ താല്പര്യമുള്ളവർ 4 പാക്കറ്റ് ഉണ്ടാവും. ഒരു പാക്കറ്റിൽ ഏകദേശം ഒരു 100 പ്ലാന്റ്സ് അടുപ്പിച്ചുണ്ടാവും ഈ അസോളാസ്. അപ്പോൾ അത്രയും പ്ലാന്റ്സ് വെച്ചിട്ട് നമ്മൾ കൊറിയർ അയക്കും. കൊറിയർ നിങ്ങൾക്ക് ഇപ്പം മേടിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ 98098068774 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഇത് അരുണല്ലേന്ന് ചോദിച്ചു മെസ്സേജ് അയയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡറുകൾ ബുക്ക് ചെയ്യാം, നമ്മൾ അയക്കുന്നതായിരിക്കും. ലാസ്റ്റ് വീക്ക് കുറച്ച് എനിക്ക് ഓർഡേഴ്സ് ഡിലേ ആയിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ വെരിഫൈ ചെയ്ത് കറക്റ്റ് നമ്മൾ വീണ്ടും ഒന്നേന്ന് അയച്ച് വീണ്ടും നമ്മൾ സെറ്റായി തുടങ്ങുകയാണ്. ആ ഓണത്തിൻ്റെ ഇടയ്ക്ക് വന്നൊരു ഡിലേ ആയിരുന്നു. സോറി കസ്റ്റമേഴ്സ്, പലർക്കും എനിക്ക് ടൈമിൽ അയക്കാൻ പറ്റിയില്ല. അസോളയുടെ കാര്യമല്ല, ബാക്കിയുള്ള സംഭവങ്ങളാണ് ഡിലേ വന്നത്. അസോള പെട്ടെന്ന് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് അവർ വ്ളോഗ്. ദിസ് ഈസ് അരുൺ ഗോയിങ് സൈനിങ് ഔട്ട്. ബൈ ബൈ.